ശബ്ദവ്യാപാരം. ഈ വ്യാപാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൊടുക്കൽ വാങ്ങൽ എന്നുള്ളതാണല്ലോ നമ്മൾ. ഇവിടെ വ്യാപാരം എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥത്തോടുള്ള സംബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ശബ്ദത്തിന് ലഭിക്കുന്ന അർത്ഥത്തിൻ്റെ ഭേദമനുസരിച്ച്, വ്യത്യാസമനുസരിച്ച് ശബ്ദം 3 വിധമാണുള്ളത്. എത്ര വിധം? 3 വിധം. 1 വാചകം, 2 ലക്ഷകം, 3 വ്യഞ്ജകം. അപ്പം 3 അറിയാലോ. വാച്യമായ അർത്ഥം മാത്രമുള്ളതാണ് വാചകം. ലക്ഷ്യാർത്ഥമുള്ളത് ലക്ഷകം. വ്യംഗ്യാർത്ഥത്തിൽ നിൽക്കുന്നത് എന്താണ്? വ്യംഗ്യാർത്ഥം എന്ന് പറയുമ്പോൾ വ്യഞ്ജകം. ഇത്രയേ ഉള്ളൂ.